ഹായ് എവരിവൺ. കാവ്യം ക്രിയേറ്റീവിൻ്റെ കീബോർഡ് ട്യൂട്ടോറിയൽ പാർട്ട് 6 എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1 തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ അത് സാധിച്ചില്ല. കാരണം ഞാൻ ഒരു നീണ്ട യാത്രയിലായിപ്പോയി. പാർട്ട് 5 വരെ ഞാൻ ചെയ്തിരുന്നത് ഒമാനിലുള്ള സോഹാറിൽ എൻ്റെ സ്വന്തം സൗകര്യങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചായിരുന്നു. എന്നാൽ ഇപ്പം ഞാനുള്ളത് USA മിനിയാപോളിസിൽ എൻ്റെ മകൻ്റെ ഒപ്പമാണ്. എൻ്റെ മകനൊരു പിയാനിസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ കീബോർഡ് ഇല്ല, പിയാനോ മാത്രമേ ഉള്ളൂ. ഡിജിറ്റൽ പിയാനോ, അക്കോസ്റ്റിക് പിയാനോ ഇതൊക്കെ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടെയുള്ള ഈ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചായിരിക്കും അടുത്ത ആഴ്ചകളിലുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. അപ്പം മകൻ സ്റ്റേജ് ഷോ ചെയ്യുന്ന ആളായതുകൊണ്ട് സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടി ഇതിൽ ഓരോ പാരാമീറ്റേഴ്സും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിൽ സെറ്റിങ്സ് ഒന്നും മാറ്റാതെ വേണം എനിക്ക് വീഡിയോ ചെയ്യാൻ. അപ്പം അതിൻ്റെ ഒരു ചെറിയ പരിമിതി ഉണ്ടാകും. നമുക്ക് മെട്രോണോം ഇടാൻ സൗകര്യമില്ല. പകരം ഫോണിലോ ഐപാഡിലോ മെട്രോണോം സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ ഇന്നത്തെ ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. 88 കീസുള്ള ഈ ഡിജിറ്റൽ പിയാനോൻ്റെ മിഡിൽ ഒക്ടേവിൽ നിന്നാണ് ഇന്നത്തെ ലെസൺ നമ്മൾ തുടങ്ങുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കീബോർഡിൻ്റെ മിഡിൽ ഒക്ടേവിൽ, അതായത് മൂന്നാമത്തെ 2, 3 കീസ് വരുന്ന ഗ്രൂപ്പിൽ ചെയ്താൽ മതി. കീബോർഡിൽ മെട്രോണോം സെറ്റ് ചെയ്യുന്ന മാതിരി നമ്മളിവിടെ ഇപ്പോൾ ഒരു ഐപാഡിൽ മെട്രോണോം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്കിവിടെ കീബോർഡിലെ സെറ്റിങ്സ് മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാനപ്പം ഇതിൽ 120 സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒപ്പം വായിക്കാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച പോലെ നമ്മൾ 5 നോട്ടുകൾ വരുന്ന ഒരു ട്രഡീഷണൽ ട്യൂൺ തന്നെയാണ് ഇന്ന് വായിക്കുന്നത്. ലൈറ്റ്ലി റോ എന്ന് തുടങ്ങുന്ന സോങ്ങിൻ്റെ അതിൻ്റെ സിമ്പിൾ പാർട്ട്. അപ്പോൾ ആദ്യം കീബോർഡിൽ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. അതിനുശേഷം മെട്രോണോം ഓൺ ആക്കിയിട്ട് നമുക്ക് തുടങ്ങാം. 1, 2, 3 സ്റ്റാർട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ട്യൂണ്. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ടും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും വായിച്ചു കഴിഞ്ഞു. ഇനി നമുക്കത് ടുഗദർ കൂടി വായിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ലെസണിൽ നമ്മൾ 4 കൗണ്ട്സ് വരുന്ന, അല്ലെങ്കിൽ 4 കൗണ്ട്സ് അല്ലെങ്കിൽ 4 ബീറ്റ്സ് എന്ന് പറയാം കേട്ടോ. അങ്ങനെ 4 കൗണ്ട്സ് വരുന്ന 2 സോങ്സാണ് കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് ഒരു സോങ് പഠിച്ചാൽ മതി. അപ്പോൾ കഴിഞ്ഞ ലെസണിലെ 2 സോങ്ങുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഈ സോങ്ങും ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. അപ്പോൾ ഈ 4 ബീറ്റ്സ് വരുന്ന ബീറ്റ്സ് അല്ലെങ്കിൽ കൗണ്ട്സ് ഏത് വേണമെങ്കിലും പറയാം. ഈ 4 ബീറ്റ്സ് വരുന്ന
ഈ താളത്തിന് നമ്മൾ പറയുന്നത് കർണാടക സംഗീതത്തിലാണെങ്കിൽ ആദ്യ താളം എന്ന് പറയും, വെസ്റ്റേൺ മ്യൂസിക്കിൽ കോമൺ ടൈമിംഗ് എന്ന് പറയും. പിന്നെ നമ്മൾ പഠിച്ച ഇത് കോമൺ ടൈമിങ്ങിലുള്ള ഒരു സോങ് ആണ്. കഴിഞ്ഞ ലെസണിലും പഠിച്ചത് കോമൺ ടൈമിങ്ങിലുള്ള സോങ്സ് ആണ്. ഇനി അടുത്ത ലെസണിൽ നമുക്ക് 3 കൗണ്ട്സ് വരുന്ന സോങ്സ് പഠിച്ചു തുടങ്ങാം. അതിനുശേഷം നമുക്ക് കുറച്ച് വളരെ എളുപ്പത്തിലുള്ള ഫിലിം ട്യൂണുകൾ, ഈ 4 കൗണ്ട്സിലും 3 കൗണ്ട്സിലും വരുന്ന കുറച്ച് ഫിലിം ട്യൂൺസ് നമുക്ക് പഠിക്കാം. കൂടാതെ മറ്റു താളങ്ങളും. ഞാൻ താളങ്ങളെപ്പറ്റി വിശദമായിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ പഠിച്ച് കുറച്ച് നമ്മുടെ ലെവല് ഹൈ ആയി തുടങ്ങുമ്പോൾ, കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് താളത്തെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കാം. പിന്നെ നമ്മുടെ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സഹകരിക്കുക. എങ്ങനെയാണ് സഹകരിക്കേണ്ടത്? നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ ഒന്ന് പുഷ് ചെയ്യുക.